ഒത്തിരി ക്വാളിറ്റികൾ ഉണ്ടെങ്കിലും അതിപ്രധാനമായ ഇമ്പോർട്ടൻ്റായ ചില ക്വാളിറ്റികൾ അതാണ്. ഒന്ന്, പാഷൻ ഫോർ ക്രൈസ്റ്റ്. എന്നും പറയുന്നതാണെങ്കിലും ഓർമ്മിപ്പിച്ചുണർത്തേണ്ടത് ഒരു അധ്യാപകൻ്റെ, പഠിപ്പിക്കുന്നവൻ്റെ ചുമതലയാണ്. ഇറ്റ്സ് എ ഡ്യൂട്ടി ടു ഹല്ലേലൂയ. എല്ലാ ആഴ്ചകളിലും അതിനെ പ്രൊക്ലെയിം ചെയ്യണം, ഓർമ്മിപ്പിച്ചുകൊണ്ട്. ഈ തിരുവെഴുത്തിനകത്ത് പലപ്പോഴും അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു പ്രത്യേക പദമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആമേൻ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുന്നു. നിങ്ങൾക്കറിയാമെങ്കിലും നിങ്ങളെ ഒന്നുകൂടെ റിമെമ്പർ ചെയ്യിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. പാഷൻ ഫോർ ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനോടുള്ള മഹാസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ യേശുവിനായി സമർപ്പിക്കപ്പെട്ടൊരു ജീവിതമായി തരും. പാഷൻ ഫോർ ക്രൈസ്റ്റ് ായിരിക്കാൻ കഴിയത്തില്ല. ചില നന്മകൾക്ക് വേണ്ടി, വിടുതലുകൾക്ക് വേണ്ടി അവർ യേശുവിനെ സമീപിക്കും. കരുണാമയനായ ദൈവമായതുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെ ദൈവം നിറവേറ്റി കൊടുക്കും. പിന്നീട് ബൈ പറഞ്ഞു പോകുന്നതല്ല. ആവശ്യം നിറവേറ്റിയാലും നിറവേറ്റിയില്ലെങ്കിലും, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, ഞാൻ പ്രാർത്ഥിച്ചു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, ഞാൻ എന്നും ഐ എം എ ഫെയ്ത്ത്ഫുൾ സർവൻറ്റ് ഓഫ് ഗോഡ് അണ്ടിൽ മൈ ഡെത്ത്. ഹല്ലേലൂയ. മരണം വരെയും ഞാൻ അങ്ങയുടെ നല്ല ശിഷ്യനായിരിക്കും. ഈ തീരുമാനമെടുക്കാതെ ഒരാൾക്ക് പോലും യേശുവിനെ അനുഗമിക്കാൻ. അതാണ് പലരും പിൻവാങ്ങിപ്പോകുന്നത്. പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, കാറ്റടിക്കുമ്പോൾ, പ്രതികൂലത്തിൻ്റെ അവസ്ഥയിൽ യേശുവിനെ വേണ്ട. എന്നാൽ ഒരിക്കലും തീരാത്ത മഹാസ്നേഹമാണ് യേശു കർത്താവ് നമ്മളോട് കാണിച്ചത്. അതിനെ തിരിച്ചറിയുന്ന അറിവ് പോരാ, തിരിച്ചറിവ് വേണം. ഹല്ലേലൂയ. അത് തിരിച്ചറിയുന്നവർ യേശുവിനെ സ്നേഹിക്കത്തില്ല. സ്തോത്രം. കാരണം ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുന്നവർ യേശുവിനെ സ്നേഹിച്ചിരിക്കും. പാഷൻ, കമ്മിറ്റ്മെൻറ്റ് ടു ദ വേർഡ്. വചനത്തോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല. വചനം അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ കത്തുന്ന അഗ്നിയായി ജ്വലിക്കണം. ആമേൻ. വചനത്തെ സ്നേഹിക്കണം, വചനത്തെ കൈക്കൊള്ളണം. ദൈവശക്തിയായി നമ്മുടെ ജീവിതത്തിൽ അത് വ്യാപരിക്കുന്ന അത്ഭുതകരമായ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ആമേൻ. ഇനി നാളെ നമ്മൾ അനുഭവിക്കും. ഇന്ന് പകലിലും വചനത്തിൻ്റെ ശക്തി നാം അനുഭവിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുന്നവരാണ് ഡിസൈപ്പിൾ. ഹല്ലേലൂയ. കമ്മിറ്റ്മെൻറ്റ് ടു ദ വേർഡ്. ആമേൻ. വിശുദ്ധ തിരുവെഴുത്തിൽ പൂർണ്ണമായി, ഞാനിത് പറയട്ടെ, സംശയമില്ലാതെ, ഫ്രം ബിഗിനിങ്, ആദിയിൽ ദൈവം പറഞ്ഞുകൊണ്ട് അവസാനം നിർത്തുന്ന പദം വരെ, ആമേൻ, ഹല്ലേലൂയ, ഒരു കാര്യവുമില്ലാതെ അവസാനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ, ആമേൻ. ഈ പദം വരെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു സംശയവുമില്ലാതെ ബ്ലൈൻഡ്ലി കണ്ണടച്ച് ഈ വചനത്തെ ലോജിക്കലും ബുദ്ധിയിലും ഇതിനെ വിവർത്തനം ചെയ്യാനോ വ്യാഖ്യാനിക്കാനോ കഴിയില്ല. ടോട്ടലി ആത്മാവിൻ്റെ നിയോഗമാണ് ഇത് മുഴുവൻ. അതുകൊണ്ട് ഇതിനെ സംശയിക്കുന്നവർ ചെറിയ ബുദ്ധി, മാനുഷിക ബുദ്ധിയിലാണ് ഇതിനെ സംശയിക്കുന്നത്. അതിനപ്പുറമാണ് ദൈവത്തിൻ്റെ വചനം. മനുഷ്യനെ സൃഷ്ടിച്ച, ലോകം മുഴുവൻ സൃഷ്ടിച്ച ആ മഹാദൈവത്തിൻ്റെ മനസ്സിലിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമായി ഇതിനകത്ത് റിവീൽ ചെയ്തിരിക്കുന്ന 66 പുസ്തകങ്ങളെല്ലാം എഴുതാൻ മഹാജ്ഞാനിയുടെ, ആമേൻ, ആ സൃഷ്ടിതാവിൻ്റെ ഹൃദയത്തിൻ്റെ മുഴുവൻ പദ്ധതികളും ഇതിനകത്ത് ഒതുങ്ങത്തില്ല. അതുകൊണ്ട് ഉള്ളത്, കിട്ടിയത് വിശുദ്ധിയോടെ സംഗ്രഹിച്ച് മുന്നോട്ട് പോവുക. സ്തോത്രം പറയുക. ഒന്ന്, കൺസിസ്റ്റൻസി ഇൻ പ്രെയർ. പ്രാർത്ഥിക്കാതെ, യേശുവുമായി സംസാരിക്കാത്ത ഒരാളിന് പോലും ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഇത് പഠിപ്പിക്കുക മാത്രമല്ല കർത്താവ് ചെയ്യുന്നത്, നമ്മളിൽ നിന്ന് കേൾക്കാനും കർത്താവുണ്ട്. സ്തോത്രം. ഇത് വൺ വേ ട്രാഫിക് അല്ല. യേശു കർത്താവ് സംസാരിക്കും, നമ്മൾ സംസാരിക്കും. പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ, അതാണ് പ്രെയർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ ഇരുന്ന് തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയില്ല. അല്പം മെഡിറ്റേഷൻ, ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ ഇരുന്നു കൊടുക്കാമെങ്കിൽ ആത്മീയ മർമ്മങ്ങളെ, ഗുപ്തനിധികളെ നമ്മുടെ മുന്നിൽ വിളംബരം ചെയ്യുന്ന മഹാ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു വലിയ ഒരു പ്രവൃത്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നാലാമത്, വില്ലിങ്നെസ് ടു സെർവ്. ആമേൻ. യേശുവിനെ സേവിക്കാൻ. ആമേൻ. എന്ത് പ്രതികൂലത്തിൻ്റെ നടുവിലും ഇവനാണ് എൻ്റെ രക്ഷിതാവ്, യേശുവില്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല, ആ കർത്താവിനെ എന്തു വന്നാലും ഞാൻ, ആമേൻ, സ്തോത്രം, സെർവ് ചെയ്യും, സേവിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഓർക്കുന്നല്ല, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ശിഷ്യന് വേണം. കമാൻഡ്മെൻറ്റ്, കൽപ്പന എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതനുസരിക്കണം. കമ്മിറ്റ്മെൻറ്റ്, എന്താണ് കർത്താവ് നമ്മളെക്കുറിച്ച് കമ്മിറ്റഡായി ആവശ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തേത് ദ കമ്മീഷൻ. ഹല്ലേലൂയ. എന്താണ് നമ്മളെക്കുറിച്ചുള്ള നിയോഗം ഈ ലോകത്ത്? ഇത് 3 മനസ്സിലാക്കാതെ യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ. അടുത്തത്, സ്തോത്രം, ബോൾഡ്നെസ് ഇൻ ഇവാഞ്ചലിസം. ലജ്ഞയില്ലാതെ സുവിശേഷം പറയുക. ആർക്ക് കഴിയും? ആമേൻ. ഇതിപ്പോൾ
UP-യിൽ 2 കുടുംബങ്ങൾ കിടക്കുകയാണ് ജയിലിനകത്ത്. 5 വർഷം തടവാണ്, ലജ്ഞയില്ലാതെ പറഞ്ഞതുകൊണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മളോട് ചോദിക്കും, എന്തിനാ കാനഡയിൽ വന്ന് സുവിശേഷം? യെസ്, കാനഡയിലോട്ട് വിട്ടത് ഇവിടുന്നുള്ള മിഷണറിമാരായിരുന്നു നാട്ടിൽ വന്ന സുവിശേഷം പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ മിഷണറിമാരില്ല, നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ് മിഷണറിമാരെ. കുറച്ച് പേർക്ക് നിയോഗം തന്നിരിക്കും, ഇവിടെ സുഖിച്ച് ആമേൻ മതിച്ച് ആമേൻ, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇവിടുത്തെ ദേശത്തിൻ്റെ നന്മ അനുഭവിച്ച് ജീവിച്ചൊടുങ്ങാനുള്ളതല്ല. ആമേൻ, നമ്മളെ ഇങ്ങോട്ട് അയച്ചവൻ്റെ നിയോഗം ഇവിടെ യേശുവിനെ കുറിച്ച് പറയാൻ, ബോഡ്ലി, ഹല്ലേലൂയ, ആമേൻ, സുവിശേഷത്തെ പറയാൻ. അപ്പം ഇതിലെ നിന്നെയും എന്നെയും ലോകത്താക്കിയിരിക്കുന്നത്. ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ കണ്ടുമുട്ടുന്ന ആളുകളിലോടോ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ യു ആർ നോട്ട് എ ട്രൂ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അത് പറയണം, പറയണം, പറയണം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം, എ ടീച്ചബിൾ സ്പിരിറ്റ്. ഒരു ഇവാഞ്ചലിസ്റ്റിനെ സംബന്ധിച്ച് അവൻ പഠിപ്പിക്കാനൂടെ തയ്യാറുള്ളവനായിരിക്കണം. അറിയുന്ന വചനം എല്ലാം നമുക്കറിയില്ല, ലോകത്ത് വചനം മുഴുവനും നമുക്കറിയില്ല. എന്നാൽ അറിഞ്ഞ സത്യത്തെ വിളംബരം ചെയ്യാൻ, അറിഞ്ഞ സത്യത്തെക്കുറിച്ച് പറയാൻ, പഠിപ്പിക്കാൻ തയ്യാറുള്ളവനാണ് ആര്? ഡിസൈപ്പിൾ. ഹല്ലേലൂയ. 7 ജനറോസിറ്റി. വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. സ്നേഹമായിക്കൊള്ളട്ടെ, ധനമായിക്കൊള്ളട്ടെ, നമ്മുടെ കഴിവുകളായിക്കൊള്ളട്ടെ, നമ്മുടെ കർത്താവ് നമുക്ക് എന്ത് ഈ ലോകത്ത്, ആരോഗ്യമായിക്കൊള്ളട്ടെ, കണ്ണിന് കാഴ്ചയായിക്കൊള്ളട്ടെ, കരം ഉയർത്താനുള്ള കൃപയായിക്കൊള്ളട്ടെ, നടക്കാൻ കാലിന് ബലമായിക്കൊള്ളട്ടെ, ഒരാളിനോട് സംസാരിക്കാൻ നാവിനെ ബലപ്പെടുത്തിയെങ്കിൽ എന്ത് ചെയ്യണം? ജനറോസിറ്റി. ഹല്ലേലൂയ. യു ആർ എ ജനറസ് പേഴ്സൺ. ഹല്ലേലൂയ. ആമേൻ. ഗിവിങ് ആണ് വാങ്ങിക്കുന്നതിനേക്കാൾ ഭാഗ്യം. വാങ്ങിക്കുന്നതാണെങ്കിൽ അത് സെൽഫിഷാണ്. എപ്പോഴും വാങ്ങിക്കുക, സ്നേഹം വാങ്ങിക്കുക, എന്തും വാങ്ങിക്കുക. കൊടുക്കാൻ തയ്യാറാകുന്നവനാണ് ശിഷ്യൻ. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. എല്ലാത്തിലും കൊടുക്കണം. ഞാനൊരു കാര്യം പെട്ടെന്ന് അതിനോട് ചേർന്ന് പറഞ്ഞ് പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്തൊക്കെ കൊടുക്കണം? ആമേൻ. ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലപ്രവൃത്തി 20:35 പറയുന്നതാണ്, ബൈബിൾ ഹൈലൈറ്റ് 7 ടൈപ്സ് ഓഫ് ഗിവിങ് ആൻഡ് സെർവിങ്. 7 ടൈപ്പ് ഗിവിങ് ആൻഡ് സെർവിങ് ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുന്നതാണ്. 1, ടൈത്ത് കൊടുക്കണം. 2, ഓഫറിങ് കൊടുക്കണം. 3, ഫസ്റ്റ് ഫ്രൂട്ട് ടു ദ ഗോഡ്. 4, ആംസ് ഗിവിങ്. 5, സെർവിങ് അതേഴ്സ്. 6, യൂസിങ് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. 7, സാക്രിഫിഷ്യൽ ഗിവിങ്. 7 കാര്യങ്ങളാണ് വചനം പ്രഘോഷണം ചെയ്യുന്നത്, എന്ത് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച്. 1, ടൈത്ത്. അത് യേശുവിൻ കർത്താവിൻ്റെ ദ ഹൗസ് ഓഫ് ദ ലോർഡിൻ്റെ ഓപ്പറേഷൻസും മുന്നോട്ട് ഗോസ്പലിനെ മുന്നോട്ട് പോകുന്നതിനും അതിൻ്റെ ആലയത്തിൻ്റെ കാര്യപരിപാടിക്ക് വേണ്ടി ദൈവജനം തങ്ങൾക്ക് കിട്ടുന്ന ആമേൻ എന്ത് ദൈവം തരുന്നു അതിൻ്റെ ദശാംശം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ട് അർപ്പിക്കുക. അത് മാൻഡറ്ററി ആണ്. സ്തോത്രം. അതിനപ്പുറമാണ് പുതിയ നിയമം വിളംബരം ചെയ്യുന്നത്. ദശാംശത്തിനൊപ്പം നമുക്ക് ഹൃദയത്തിൽ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും, സ്നേഹിക്കും. 2, ഓഫറിങ്. ആമേൻ. സ്വമേധാദാനം, സ്തോത്ര വഴിപാട്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒരു നന്ദി അർപ്പണത്തിനായി കയ്യിലുള്ളത് കർത്താവിന്. ഇന്ന് കർത്താവ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇത് കർത്താവിനുള്ളത്. എക്സെപ്റ്റ് ടൈത്ത്. ഹല്ലേലൂയ. ഒരു 10 രൂപ, 20 രൂപ, 30 രൂപയ്ക്ക് ഒരു ടൈത്ത് ഇടുന്ന കാണത്തില്ല, ഓഫറിങ് ഇടുന്നതാണ്. ഒരു ഓഫറിങ്. ഹല്ലേലൂയ. ആ ഓഫറിങ് ചിലപ്പോൾ ധനമാകണമെന്നില്ല, ഒരു ആരാധനയാകാം, ഒരു സ്തോത്രമാകാം ദൈവസന്നിധിയിൽ. ആമേൻ. നമ്മുടെ നല്ല ഒരു നോട്ടമാകാം, യേശുവിൻ്റെ ക്രൂശിലേക്കുള്ള ദയാപൂർണമായ സന്തോഷത്തോടെ നന്ദി നിറഞ്ഞൊരു നോട്ടമാകാം. ഓഫറിങ്. കൊടുക്കുക, കൊടുക്കുക കർത്താവിന് വേണ്ടി. ആരാധന കൊടുക്കുക, സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുക. സ്തോത്രം. അടുത്തത് ഫസ്റ്റ് ഫ്രൂട്ട്. എന്തും ദൈവം തരുന്നതാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഫസ്റ്റ് ഫ്രൂട്ട് ദൈവത്തിന്. ആദ്യം ഒരു കുഞ്ഞുണ്ടായിക്കൊള്ളട്ടെ, ബിലോങ്സ് ടു ഗോഡ്. കർത്താവേ, ഇത് കർത്താവിൻ്റെ ദാനമായി യേശുവിന് വേണ്ടിയുള്ളതാ, ആലയത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കണം. എന്നാൽ ഫസ്റ്റ് ഫ്രൂട്ടിന് വലിയ വിലയുണ്ട്. നമുക്കറിയാം, പണ്ട് നാളുകളിലൊക്കെ ആമേൻ വറുതിയുടെ കാലഘട്ടങ്ങളിൽ ദൈവദാസന്മാർക്ക് ആമേൻ മുന്നോട്ട് ശുശ്രൂഷ നടക്കുന്നതിന് ആഹാരം, അവരുടെ ശരീരം കാര്യങ്ങൾ, മുന്നോട്ട് വസ്ത്രം, ആമേൻ പാർപ്പിടം, ഇതൊക്കെ വളരെ വളരെ ഒത്തിരി ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയ സമയമാണ്. അപ്പോൾ വിശുദ്ധന്മാരായ ദൈവമക്കൾ ഫസ്റ്റ് ഫ്രൂട്ട്, ഒരു ഓമയ്ക്ക ഉണ്ടായാൽ, ഒരു തേങ്ങ ഉണ്ടായാൽ, ഒരു കപ്പ ഉണ്ടായാൽ ആദ്യം ഉണ്ടാകുന്നത് ഫെയ്ത്ത് ഹോമിലേക്ക് അല്ലെങ്കിൽ ചർച്ചിലേക്ക്. ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു. മധുരമായ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷമുള്ള ദിവസം. ഇപ്പോൾ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മാറിയപ്പോൾ അതിൻ്റെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ
ദരിദ്രരായിരിക്കുന്നവരെ, കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ സംരക്ഷിക്കണം, സൂക്ഷിക്കണം. അവർ കർത്താവിൻ്റെ വിശുദ്ധമായ വേലയല്ലോ ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആംസ് ഗിവിങ്, ഡൊണേറ്റിംഗ് യുവർ ടൈം, മണി, സർവീസ്, റിസോഴ്സസ് ടു അതേഴ്സ്. ഹല്ലേലൂയ. അതാണ് ആംസ് ഗിവിങ് എന്ന പദം കൊണ്ട്. സെർവിങ് അതേഴ്സ്, ദാസസേവനം. ലൈക്ക് ജീസസ്, കർത്താവ് ഇരുന്ന് താഴെ ഇരുന്ന് എന്ത് ചെയ്തു? തോർത്തരയിൽ കെട്ടി, കർത്താവിന് എൻ്റെ ആവശ്യമില്ല, ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. ദാസ നേതൃത്വമായിരിക്കണം. ഹല്ലേലൂയ. മറ്റുള്ളവരെ സേവിക്കുക. എന്നാൽ വചനം സംസാരിക്കുമ്പോൾ സിംഹഗർജനമായിരിക്കണം. കാരണം യോഹന്നാൻ്റെ ആമേൻ ഹല്ലേലൂയ അതേ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് പാപത്തിനെതിരെ, ആമേൻ അശുദ്ധ ജീവിതത്തിനെതിരെ, വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിൽ ഒരു ദൈവദാസൻ ദൈവത്തിൻ്റെ അരുളപ്പാടാണ് തൻ്റെ നാവിലൂടെ വിളംബരം ചെയ്യുന്നതെന്ന ഉത്തമ ബോധ്യത്തോടെ, ആമേൻ ഹല്ലേലൂയ വളരെ അതീവ ഗൗരവത്തോടെ, ശാസനാസുരത്തിൽ, തിരുത്തലിൽ, കറക്ഷനിൽ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ സഭയെ ആമേൻ സാങ്ക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആമേൻ ശുശ്രൂഷയായിരിക്കണം തൻ്റെ നാവിൽ നിന്ന് വെളിയിലേക്ക് വരേണ്ടത്. ദൈവത്തിന് സ്തോത്രം. സെർവിങ് അതേഴ്സ്, ദാസസേവ. യൂസിങ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. ആമേൻ നമുക്കുള്ളത്, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സ്പിരിച്വൽ ഗിഫ്റ്റ്സ് നമുക്ക് സ്വന്തമല്ല, ദാനമായി കിട്ടിയതാ. ഗിഫ്റ്റ്സ് ആണത്. ഹല്ലേലൂയ. അതിനെ സ്തോത്രം വിലയിടാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. അതിനെ ബിസിനസ് ആക്കരുത്, പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കരുത്. ആമേൻ. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നവൻ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ആമേൻ. എന്തുകൊണ്ട്, എന്തിനു വേണ്ടി ഗിഫ്റ്റ്സ് തരുന്നു? ഹല്ലേലൂയ. ഒന്ന്, ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി, വിശുദ്ധന്മാരുടെ എഡിഫിക്കേഷന് വേണ്ടി, അവരുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി, സഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി ദൈവം തരുന്നതാണ് ആമേൻ ഗിഫ്റ്റ്സ്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ടത്. ഞാൻ പറയട്ടെ, ഗിഫ്റ്റ്സ് ഉള്ളവർ നിന്നുപോയാൽ പോലും അറിയാത്തവരുണ്ട്. ഞാൻ പറയാം, ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സ്വിച്ച് ഓഫ് ചെയ്താലും കുറച്ചുകൂടെ കറങ്ങും. പലരും തിരിച്ചറിയുന്നില്ല ദൈവം അവർക്ക് കൊടുത്ത ആത്മീയ ഗിഫ്റ്റിനെ. ദൈവം തിരിച്ചെടുക്കുന്നത് വളരെ അപൂർവമാണ്. ഷാർപ്പ്നെസ് നഷ്ടപ്പെടും സ്വന്തം ഉപയോഗത്തിന് ഉപയോഗിച്ചാൽ. ഹല്ലേലൂയ. ബിസിനസ് ചെയ്താൽ. ആമേൻ. അതുകൊണ്ട് ശുശ്രൂഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം, ആമേൻ, തങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മീയമായ ദാനങ്ങളെ കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി, വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനു വേണ്ടി, ദൈവസഭകളുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി ഓരോ വിശുദ്ധനെയും നിത്യതയിൽ എത്തിക്കുവാനുള്ള നിയോഗമാണ് ആത്മീയ ഗിഫ്റ്റിലൂടെ എനിക്ക്, സ്പിരിച്വൽ ഗിഫ്റ്റിലൂടെ ദൈവം എനിക്ക് തന്നിരിക്കുന്നു എന്ന ഉത്തമമായ ബോധ്യം ആമേൻ അത് പ്രാപിച്ചവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അതില്ലാതെ പോകുമ്പോഴാണ് ആമേൻ തെറ്റിപ്പോകുന്നത്. സ്തോത്രം. അതുകൊണ്ട് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് കൊടുക്കുകയാണ് സഭയ്ക്ക്, വ്യക്തികൾക്ക്, അവരുടെ ആത്മീയ വർധനയ്ക്ക്, അവരുടെ എഡിഫിക്കേഷന് വേണ്ടി കൊടുക്കുന്നതാണ്. ഏഴാമത് സാക്രിഫിഷ്യൽ ഗിവിങ്, ത്യാഗം ചെയ്തു കൊടുക്കുക. 10 രൂപ എൻ്റെ കയ്യിലുണ്ട്. ആമേൻ. സ്തോത്രം. ആമേൻ. എന്നാൽ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, ഒരു 10 രൂപ എനിക്ക് വേണം. അപ്പം നമുക്ക് ആ 10 രൂപയുടെ ഒരു ആവശ്യമുണ്ടെങ്കിലും മറ്റൊരാളിൻ്റെ നമ്മളെക്കാൾ ആമേൻ വളരെ മോശപ്പെട്ട, ബുദ്ധിമുട്ടിയ ഒരു സ്ഥിതിയിലാണ് ആൾ പോകുന്നതെന്ന് മനസ്സിലാക്കിയാൽ, നിൻ്റെ ആവശ്യത്തെക്കാൾ പ്രയോറിറ്റിയാണ് ആളിൻ്റെ ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാക്രിഫിഷ്യലായി ആ 10 രൂപ എടുത്ത് ആമേൻ ആവശ്യത്തിലിരിക്കുന്ന ഒരു വിശുദ്ധന് കൊടുക്കുക എന്നുള്ളത് ത്യാഗപൂർണമായ കൊടുക്കൽ. ഇങ്ങനെ 7 തരം കൊടുക്കലിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദാറ്റ് ഇസ് ജനറോസിറ്റി. ഹല്ലേലൂയ. നമുക്കുള്ളതെല്ലാം ദൈവം നമുക്ക് നൽകിയതാണ്. ആമേൻ. ദാനങ്ങളും ആരോഗ്യവും ആയുസ്സും ആമേൻ ദൈവത്തിൻ്റെ സേവനം ചെയ്യാനുള്ള ശുശ്രൂഷകളും എല്ലാം കർത്താവ് ദാനം ചെയ്തതാണെന്ന ഉത്തമ ബോധ്യം ആരുടെ ഹൃദയത്തിലുണ്ടോ അവർക്ക് മാത്രമേ നല്ല ഒരു സെർവൻ്റായി, നല്ലൊരു ഡിസൈപ്പിളായി ലോകത്ത് ജീവിക്കാൻ സാധ്യമാകുകയുള്ളൂ. ആമേൻ. 8 പെർസിയവറൻസ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് അവന് സ്ഥിരോത്സാഹിയായിരിക്കണം. ഡിസൈപ്പിൾ നിരന്തര പ്രയത്നം ചെയ്യുന്നവനായിരിക്കണം. അക്ഷീണമായി അവസാന ശ്വാസം വരെയും യേശു കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. ഇതിന് ഒരു റിട്ടയർമെൻറ്റും ഇല്ല. ചിലർ പറയും, കർത്താവിൻ്റെ വേലയ്ക്ക് റിട്ടയർമെൻ്റ് ഉണ്ടോ? ഇല്ല. കിടക്കയിൽ കിടന്നും അവസാന ശ്വാസം പോകുന്നതിന് മുമ്പും ദൈവം ഒരു അവസരം തന്നാൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഒരാളെ എൻകറേജ് ചെയ്യാൻ, നിത്യതയെക്കുറിച്ചൊന്ന് പറയാൻ, യേശുവിനെക്കുറിച്ച് പറയാൻ അയാൾ ഉത്സാഹിയായിരിക്കും. അയാൾ സ്ഥിരമായി ആമേൻ അയാളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ആൾ കർത്താവിന് വേണ്ടി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. നിത്യതയിലേക്ക്, പ്രൊമോട്ടഡ് ടു ഗ്ലോറി. ഹല്ലേലൂയ. ഈ ലോകത്ത് നിന്നുള്ള പ്രമോഷനാണ് ഒരു വിശുദ്ധനെ സംബന്ധിച്ച് മരണമെന്ന് പറയുന്നത്. ഒരു കാലഘട്ടം കഴിഞ്ഞ് അടുത്ത അനുഗ്രഹീത ഒരു കാലഘട്ടത്തിലേക്ക് താൻ പ്രവേശിക്കാൻ. 9 ഹല്ലേലൂയ. സ്തോത്രം. ഇൻറ്റഗ്രിറ്റി. ഏറ്റവും നല്ലതുപോലെ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇൻറ്റഗ്രിറ്റി. എന്താണ് ഇൻറ്റഗ്രിറ്റി? മലയാളത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ആമേൻ. സത്യസന്ധത. 2 ആത്മാർത്ഥത. 3
അവികലാവസ്ഥ എന്ന് പറഞ്ഞാൽ വികലമായി പോകാത്ത അവസ്ഥയിൽ നടക്കുന്നയാൾ. വികലമായി അയാളെ കൊണ്ടുപോകാൻ ശ്രമിച്ചാലും അയാൾ വികലതയിൽ പോകത്തില്ല, നല്ലതിലേ നടക്കൂ. സ്തോത്രം. അടുത്തത് ധർമ്മനീതി. തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതിൽ ധാർമ്മികമായി നീതിയോടെ പ്രവർത്തിക്കുന്നവനാണ് ഇൻ്റഗ്രേറ്റ് ഉള്ള ഒരാളെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇൻ്റഗ്രിറ്റി എന്ന പദത്തിന് ഒത്തിരി അർത്ഥങ്ങളുണ്ടെങ്കിലും ചില അർത്ഥങ്ങളാണ് പറഞ്ഞത്. സത്യസന്ധത, ആത്മീയ സത്യസന്ധത, ഭൗതിക സത്യസന്ധത, ആത്മീയമായ ആത്മാർത്ഥത, ഭൗതികമായ ആത്മാർത്ഥത. ആമേൻ. വികലമായുള്ള ജീവിതമല്ല, ക്രിസ്തുവിൽ ഏകാഗ്രമായ സത്യസന്ധമായ ജീവിതം, ധാർമ്മിക ബോധത്തോടെ. എന്തിൻ്റെ ധാർമ്മികത? ലോകത്തിൻ്റെ ധാർമ്മികതയല്ല, ലോകത്തിൻ്റെ നിയമമല്ല, ക്രിസ്തുവിൻ്റെ വചനത്തിലുള്ള ധാർമ്മികത. ധർമ്മം എന്താണോ അത് നിറവേറ്റുവാനുള്ള, നീതിയോടെ ചെയ്യുവാനുള്ള ആമേൻ ആ നിയോഗമാണ് ഇൻ്റഗ്രിറ്റി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. പ്രോവേർബ്സ് ചാപ്റ്റർ 11:3. നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും, ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും. സ്തോത്രം. വചനത്തിനകത്ത് നേരുള്ളവരെ കുറിച്ച് ഒത്തിരി പറയുന്നുണ്ട്. വികടമായി നടക്കുന്നവരെ കുറിച്ചുള്ള അവരുടെ അവസ്ഥയെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. സ്തോത്രം. ദ ഇൻ്റഗ്രിറ്റി ഓഫ് ദ അപ്രൈറ്റ് വിൽ ഗൈഡ് ദം, ബട്ട് ദ പെർവേഴ്സിറ്റി ഓഫ് ദ അൺഫെയ്ത്ത്ഫുൾ വിൽ ഡിസ്ട്രോയ് ദം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇങ്ങനെയാണ് ഇൻ്റഗ്രിറ്റിയുടെ ഒരു അർത്ഥം. ദ ക്വാളിറ്റി ഓഫ് ബീങ് ഓണസ്റ്റ് ആൻഡ് ഹാവിങ് സ്ട്രോങ് മോറൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് യു റെഫ്യൂസ് ടു ചേഞ്ച്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ആമേൻ. ഹോണസ്റ്റായി നടക്കാൻ, സ്ട്രോങ് ആയ മോറൽ പ്രിൻസിപ്പിൾസിൽ നടക്കുമ്പോൾ നമ്മളെ അതിൽ നിന്ന് തെറ്റിക്കാനുള്ള ഏതവസ്ഥയും റെഫ്യൂസ് ചെയ്യാൻ ഒരുവന് കഴിയുന്നെങ്കിൽ ഹി ഈസ് എ ഇൻ്റഗ്രിറ്റി ഉള്ള ആളാണെന്ന് വിശേഷിപ്പിക്കപ്പെടും വചനപ്രകാരം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തുക. എന്താണ് അവരെ വഴി നടത്തുന്നത്? നേരോടെ നടക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വചനം ഉറപ്പു തരുന്നൊരു കാര്യമുണ്ട്: ഒരു നന്മയ്ക്കും കുറവ്. കരവരുത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയ്ക്കും കുറവ് വരുത്തും. നേരിൻ്റെ പാതയിൽ നടക്കുമ്പോൾ നഷ്ടമുണ്ടാകും. നേരിൻ്റെ പാതയിൽ നടക്കുമ്പോൾ പരിഹാസമുണ്ടാകും. നേരിൻ്റെ പാതയിൽ നടക്കുമ്പോൾ നിന്ദയുണ്ടാകും. നേരിന് വേണ്ടി നിലനിൽക്കുമ്പോൾ പ്രതികൂലങ്ങളുണ്ടാകും. കള്ളത്തിനോ വികടതയ്ക്കോ നിൽക്കുമ്പോൾ ആമേൻ ലോകം നമ്മളെ ചുമലിലേറ്റും. പക്ഷേ നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, ഹൃദയശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളിന് പ്രതികൂലമല്ലാതെ അനുകൂലത ലോകത്തിൽ നിന്നൊരിക്കലും കിട്ടത്തില്ല. പക്ഷെ അവൻ്റെ ഹൃദയം സംശുദ്ധമായിരിക്കണം. നീതിക്ക് നിൽക്കാവൂ. ജീവൻ പോയാലും സത്യത്തിനെ നിൽക്കാവൂ. അതിനുവേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറാകണം. ഇറ്റ്സ് എ ഡിസൈപ്പിൾ, ഇറ്റ്സ് എൻ ഇൻ്റഗ്രിറ്റി ഉള്ള ഒരാളായിരിക്കണം. ആ പദത്തിൻ്റെ അഭിമാന ബോധം ആമേൻ ഒരു ക്രിസ്തു ശിഷ്യനെ ഭരിക്കണം. നമ്മുടെ കർത്താവ് ഇൻ്റഗ്രിറ്റി ഉള്ളയാളായിരുന്നു. അവൻ നീതിക്കെതിരെ നിന്നില്ല, സത്യത്തിനെതിരെ നിന്നില്ല. വളരെ ആത്മാർത്ഥതയുള്ളൊരു മഹാഗുരുവായിരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അവനിൽ അസത്യമില്ലായിരുന്നു. അവൻ സത്യത്തിനു വേണ്ടി, അവൻ തന്നെ സത്യമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും. അടുത്തൊരു ഡെഫിനിഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു: ഇൻകറപ്റ്റബിൾ ആൻഡ് always uncompromising in the moral and ethical values that they believe in. എന്ത് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നോ ഇതിനകത്തെ സ്തോത്രം ഇൻകറപ്റ്റബിളായ വേർഡാണെന്ന് അല്ലേ? കരപേർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഇതിന് കറപ്ഷൻ അല്ല, ഇൻകറപ്റ്റബിൾ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. മാത്രമല്ല ഇതിനോട് കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് സാധ്യമേ അല്ല. ഇതിനോട് കോംപ്രമൈസ് ചെയ്യുന്നവന് ശിഷ്യത്വത്തിൽ നിലനിൽക്കാൻ സാധ്യമല്ല. കുറച്ച് നാൾ നിൽക്കാം, ഔട്ടാകും, തിരിച്ചറിയപ്പെടും. മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ്, എന്തിന് വിശ്വസിക്കുന്നോ ആ മൊറാലിറ്റിക്ക് വേണ്ടി, ആ എത്തിക്സിന് വേണ്ടി അവൻ നിലനിൽക്കും. അതാണ് ഇൻ്റഗ്രിറ്റി. ശിഷ്യന് ആവശ്യമായൊരു ക്വാളിറ്റിയാണ് ആത്മീയ സത്യസന്ധത. അതില്ലാതെ പോകുന്നതാണ് ആത്മീയ ഗോളത്തിനകത്തെ തകർച്ചകൾ. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വിലപിക്കണം, കരയണം, പ്രാർത്ഥിക്കണം.
നേതാക്കന്മാർക്ക് വേണ്ടി, നടത്തിപ്പുകാർക്ക് വേണ്ടി നാം ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യണം. കർത്താവേ, ഇൻ്റഗ്രിറ്റിയുള്ള അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗുരുക്കന്മാരെ ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ ആരെങ്കിലും വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിശുദ്ധന്മാർക്ക് കടമയുണ്ട്. കാരണം ഒരാൾ തെറ്റിയാൽ ഒരു സമൂഹമാണ് തെറ്റുന്നത്. ഒരാൾ റോങ്ങായി, മോറലി, എത്തിക്കലി തെറ്റിക്കഴിഞ്ഞാൽ ആമേൻ ആ സമൂഹം ഹല്ലേലൂയ വികടമായി തീരും, ലക്ഷ്യം തെറ്റിപ്പോകുമായിരുന്നു. അതുകൊണ്ട് ലീഡേഴ്സിനു വേണ്ടി പ്രത്യേകമായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കർത്താവെ, ഇൻ്റഗ്രിറ്റിയുള്ള ആളുകളെ സുവിശേഷ വേലയിൽ തരണം. ഞാനൊരു കാര്യം പറയട്ടെ. ആമേൻ, സുപ്രസിദ്ധനായ സ്തോത്രം സുവിശേഷകരായിരുന്ന ആമേൻ ഹല്ലേലൂയ D.L. മൂഡി പറഞ്ഞൊരു വാക്കാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഐ എം നോട്ട് ഷുവർ ദാറ്റ്, ബട്ട് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റാണ്. ഇന്ത്യ എന്ന മഹാരാജ്യം എത്ര കോടിക്കണക്കിനായ ആളുകൾ താമസിക്കുന്നു. അതിനകത്തെ യഥാർത്ഥ റിയൽ ഡിസൈപ്പിൾസ്, റിയൽ ക്രിസ്ത്യൻസ് വിചാരിക്കപ്പെട്ടിരുന്നെങ്കിൽ, മോറലി, എത്തിക്കലി, ഇൻ്റഗ്രിറ്റി ഉള്ള ആളുകളായിരുന്നെങ്കിൽ, യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായിരുന്നെങ്കിൽ എന്നേ ഇന്ത്യ സുവിശേഷീകരിക്കപ്പെട്ടേനെ. ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഓരോരുത്തരും മാറിയാൽ ഒരു സമൂഹമാണ് മാറുന്നത്. നമ്മളിലുള്ള ആത്മീയ അനുഗ്രഹങ്ങളെ വെളിവാക്കപ്പെട്ടാൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം മാറുവാൻ ദൈവം നമുക്ക് കൃപ തരും. സ്തോത്രം. അതുകൊണ്ട് ഇൻ്റഗ്രിറ്റിയുടെ 3 ട്രേറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, 1 ഡിപ്പെൻഡബിലിറ്റി, 2 ലോയൽറ്റി, 3 ഹോണസ്റ്റി. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരാളാണോ എന്ന് വേറൊരാൾക്ക് ശരിക്കും തോന്നിയാൽ, ഒരു പ്രാർത്ഥനാ സഹായം ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു മോറൽ സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട്, ഒരു സ്പിരിച്വൽ സപ്പോർട്ട് ചോദിച്ചാൽ, ഇഫ് യു ആർ എ ഡിപ്പെൻഡബിൾ പേഴ്സൺ, ഹല്ലേലൂയ, അങ്ങനെയാണെന്ന് നമ്മൾക്കും ബോധ്യമാകണം, നമ്മളെ സമീപിക്കുന്നവർക്കും അത് ബോധ്യമാകണം. 2 ലോയൽറ്റി, വചനത്തോടുള്ള ലോയൽറ്റി, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയോടുള്ള ലോയൽറ്റി, വിശുദ്ധന്മാരുള്ള ലോയൽറ്റി, കർത്താവ് ഏൽപ്പിച്ച ദൗത്യത്തോടുള്ള ലോയൽറ്റി, വിശുദ്ധ തിരുവചനത്തോടുള്ള ലോയൽറ്റി, ആത്മാവിനോടുള്ള ലോയൽറ്റി. ആമേൻ. ഇത് സൂക്ഷിക്കുന്നവനായി ഇൻ്റഗ്രിറ്റിയുള്ളയാൾ. സ്തോത്രം. 3 ഹോണസ്റ്റി, സത്യസന്ധനായിരിക്കണം. സത്യം പറയുമ്പോൾ ഛേദം വന്നാലും മാറാത്തവൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എന്താണ് ആമേൻ വാല്യൂ ഓഫ് ഇൻ്റഗ്രിറ്റി? സ്തോത്രം. നമുക്ക് വായിക്കാം. അതിപ്പോൾ വായിച്ചതാണ്. 1 പ്രോവേഴ്സ് 11:3, നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടക്കും. ഇതാണ് ഇൻ്റഗ്രിറ്റി ഉള്ള ആളിൻ്റെ വാല്യൂ. നേരാണ്. സ്തോത്രം. 2 ഇമ്പോർട്ടൻസ് ഓഫ് ലിവിങ് വിത്ത് ഇൻ്റഗ്രിറ്റി. എന്താണ് ഇൻ്റഗ്രിറ്റിയിൽ ജീവിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥമാക്കുന്നത്? 2 കൊരിന്ത്യർ 8:21, 2 കൊരിന്ത്യർ ചാപ്റ്റർ 8:21. ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് മുൻകരുതുന്നു. ദൈവത്തിന് സ്തോത്രം. ധർമ്മശേഖരണത്തിൻ്റെ കാര്യത്തിൽ പണം പിരിക്കുക സഭയ്ക്ക് വേണ്ടി. ഞാൻ കേട്ടിട്ടുണ്ട്, സഭയുടെ ഒരു പൈസ പോലും നമ്മുടെ പേഴ്സണൽ കാര്യത്തിന് യൂസ് ചെയ്യരുത്. അത് സഭയുടെ നടത്തിപ്പുകാരനും മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം. ആ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മേക്ക് ഷുവർ. ഈവൻ ഒരു ചായ പോലും സഭയുടെ അക്കൗണ്ടിൽ കുടിക്കരുത്. ഇന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്തോത്രം. അനാവശ്യമായി ഞാൻ കേട്ടിട്ടുണ്ട്, സൺഡേ സ്കൂൾ ബുക്കൊക്കെ വാങ്ങിക്കാൻ. ഞാൻ കേട്ട ഒരു വിവാദമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. സൺഡേ സ്കൂൾ ബുക്ക് വാങ്ങിക്കാൻ 3-4 പേര് പോകുമ്പം പൊറോട്ട ഇറച്ചിയും വേണം അവർക്ക് തിരിച്ചു വരുമ്പം കഴിക്കാൻ. ആരുടെ പൈസ ചിലവാ? പൈസ ഉള്ളവരായി പറയുന്നത്. ഫ്രീ ആയി കിട്ടുമ്പോൾ എപ്പോഴും സന്തോഷമാണ് അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് എന്ത് ഫ്രീ കിട്ടിയാലും നമ്മൾ അതിൻ്റെ പുറകിൽ എന്തും ചെയ്യും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ സഭയുടെ ധനം, ഒരു വിശുദ്ധൻ്റെ ധനമെന്ന് പറയുന്നത് ദൈവം അവൻ ടൈത്ത് കൊടുത്തിട്ട് ബാക്കി കിട്ടുന്ന പൈസയാണ്. ഇതിൻ്റെ വിനിയോഗം, സഭയുടെ ധനത്തിൻ്റെ വിനിയോഗം കർത്താവ് സന്നിധിയിൽ അക്കൗണ്ടബിളാണ്. കാര്യത്തിൽ പൊറോട്ട ഇറച്ചിയും കഴിക്കാനുള്ളതല്ല ദൈവസഭയുടെ പൈസ. സ്തോത്രം. തെറ്റായി വ്യാഖ്യാനിക്കപ്പെടില്ല എന്ന് വിശ്വസിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ എസൻസ് എടുത്താൽ മാത്രം മതി. സ്തോത്രം. അതിനെ വിമർശിക്കേണ്ട. ഞാൻ പറഞ്ഞതിൻ്റെ നല്ല ഉദ്ദേശത്തെ എടുക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ലിവിങ് വിത്ത് ഇൻ്റഗ്രിറ്റി.
ഒരു സുവിശേഷകനെ സംബന്ധിച്ച്, ഒരു നടത്തിപ്പുകാരനെ സംബന്ധിച്ച് ഇൻറ്റഗ്രിറ്റി ഉള്ള ആളായിരിക്കണം. മറ്റുള്ളവരുടേത് പോക്കറ്റിൽ വരണമെന്നല്ല, ജീവൻ പോയാലും തന്നിലുള്ളതൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സാണ് ആമേൻ നല്ല ഒരു ഡിസൈപ്പിളിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ആമേൻ ഇന്ന് പകലിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് ദൈവസന്നിധിയിൽ ഓർപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നല്ല നേതാക്കന്മാർ ദൈവസഭയ്ക്കുണ്ടാകണം. നല്ല വിശ്വസ്തർ, ഹോണസ്റ്റായിട്ടുള്ള ആളുകൾ ദൈവത്തിൻ്റെ സഭയ്ക്ക് നേതൃത്വം വഹിക്കുന്നവരുണ്ടാകണം. ഏത് സ്ഥാനത്തിരിക്കുന്നവരും ആത്മാർത്ഥതയും വിശ്വസ്തരും ലോയലുമായിരിക്കണമെന്ന് പ്രത്യേകമായി നമ്മൾ ദൈവസന്നിധിയിൽ എല്ലാവരെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നു, ഞങ്ങൾ നടത്തി വരുന്ന ഈ ധർമ്മശേഖരൻ്റെ കാര്യത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് മുൻകരുതും. അവർ പൈസ എടുത്ത് ആവശ്യമില്ലാതെ ചിലവാക്കിയായിരുന്നെങ്കിൽ ഈ വാക്ക് പൗലോസിന് പറയാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ മുമ്പിലും ഞങ്ങൾ അക്കൗണ്ടബിളാണ്, മനുഷ്യരുടെ മുന്നിലും ഞങ്ങൾ അക്കൗണ്ടബിളാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ജീസസ് ഹിംസെൽഫ് ഇൻ ഹിസ് ടീച്ചിങ് എംഫസൈസ്ഡ് ഒത്തൻറ്റിക് ലിവിങ്. എന്താണ് ഒരു ഒത്തൻറ്റിക് ലിവിങ്? 21 മാത്യു ചാപ്റ്റർ 23-27 പെട്ടെന്ന് വായിക്കാം. ഹിപ്പോക്രസിയെക്കുറിച്ച് കർത്താവ് മുന്നറിയിപ്പ് നൽകുകയാണ്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. വെള്ള തേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അപ്പോൾ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. ഇൻറ്റഗ്രിറ്റി എന്ന പദം ആമേൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്. അങ്ങോട്ട് നോക്കിയേ, ശാസ്ത്രിമാരെ പരീശന്മാരെ നോക്കിയേ, ആമേൻ അവരോട് തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് മഹാകഷ്ടം. എന്താണെന്നറിയോ? നിങ്ങളുടെ അവസ്ഥയെ നോക്കി, അവരുടെ അവസ്ഥയെ നോക്കി കർത്താവ് നിങ്ങൾ നോക്കുമ്പം എപ്പോഴും ചാൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, വിലാപം അതിലിൻ്റെ മുന്നിൽ പോയി തലയിങ്ങനെ മുട്ടിക്കുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾ മതപരമായ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെ നോക്കുമ്പോൾ, നിങ്ങളുടെ വേഷഭൂഷാദികൾ നോക്കുമ്പോൾ നിങ്ങളൊരു ആത്മീയനെന്ന് ലോകം നിങ്ങളെ കണക്കിടുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്തോത്രം, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലർ. എന്തുകൊണ്ട് ശവക്കല്ലറയോട് ഉപമിച്ചിരിക്കുന്നു? ശവക്കല്ലറ നമുക്കറിയാം, ശവക്കല്ലറയ്ക്കകത്ത് എന്താ കിടക്കുന്നത്? അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കല്ലറയോട് ഒത്തിരിക്കുന്നു എന്നാ. മുന്നിൽ നമുക്കറിയാം ഒരു ശവക്കല്ലറ നമ്മുടെ എവിടെങ്കിലുമൊക്കെ നിങ്ങൾ പോകുമ്പോൾ, ഇവിടെ തന്നെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഒത്തിരി ഗ്രേവ്യാർഡ്, അവിടെ മനോഹരം ഒത്തിരി പൂക്കളൊക്കെ വെച്ച് നല്ലതുപോലെ സംരക്ഷിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ ശവക്കല്ലറകളെല്ലാം, അല്ലെങ്കിൽ ആ പ്രിമിസസുകളെല്ലാം. പൂക്കളൊക്കെ ഉണ്ട്. ഗവൺമെൻറ്റും അതിനകത്ത് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നതാണ്. സ്തോത്രം. നോക്കുമ്പോൾ മാർബിളുണ്ട്, പേരെഴുതിയിട്ടുണ്ട്, വൃത്തിയാക്കി ഇട്ടിരിക്കുന്നു. പക്ഷെ അകത്തെന്താണെന്നുള്ളത്, ആമേൻ, എന്താണെന്നുള്ളത് പറയാം. അങ്ങനെ കിടക്കണ്ടായി നല്ല പറയുന്നത്. അകത്തെക്കുറിച്ച് പറയുകയാണ്, അഴകായി പുറമേ ശോഭിക്കുന്നെങ്കിലും ചത്തവരുടെ അസ്ഥികളാണ് അതിനകത്ത് കിടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് മോശമാണെന്നല്ല പറഞ്ഞത്. പുറമേ ഉള്ള നമ്മുടെ ജീവിതം കണ്ട് എപ്പോഴും കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, കർത്താവ് നമ്മളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തിൽ നിന്നെല്ലാം വിഡ്രോ ചെയ്യും. നമ്മൾ സ്വയം ആലോചിച്ചാൽ മതി. പലരിൽ നിന്ന് നമ്മൾ കൈവലിക്കും, പല ചിന്തയിൽ നിന്നും നമ്മൾ പുറകോട്ട് പോകും, പലരുതാത്ത വാക്കുകളിൽ നിന്നും നമ്മൾ ഗുഡ് ബൈ പറയും. കാരണം യേശു കർത്താവിൻ്റെ കണ്ണുകൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ജീവിത രീതി അനുസരിച്ച്. അതുകൊണ്ട് സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്ന ശവക്കല്ലറകളോട് ഉപമിച്ച് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെയും പരീശന്മാരെയും കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ജനത്തെ തെറ്റിക്കുക. അറിഞ്ഞുകൊണ്ട് ദൈവജനത്തെ തെറ്റിക്കുന്ന ഒരു കാര്യവും ഒരു ദൈവദാസനോ ഒരു നടത്തിപ്പുകാരനോ ഒരു ഇവാഞ്ചലിസ്റ്റോ ഒരു ശിഷ്യനോ ചെയ്യാൻ പാടുള്ളതല്ല. അറിയാതെ തെറ്റുപറ്റാം, സ്വാഭാവികം, കർത്താവിനത് മനസ്സിലാകും. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഒരാളിനെ വചനത്തിൽ നിന്നോ ആത്മീയ ജീവിതത്തിൽ നിന്നോ മൊറാലിറ്റിയിൽ നിന്നോ അവരുടെ എത്തിക്കൽ ലൈഫ് സ്റ്റൈലിൽ നിന്നോ ഒന്നിലൊന്നും അവരെ തെറ്റിക്കാൻ ഒരു ചെറുവാക്കോ ചിന്തയോ പോലും ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനിൽ നിന്ന് പുറപ്പെട്ടു വരരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ചത്തവരുടെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ വായിക്കുക. ദ പേഴ്സൺ ഹു വാക്സ് ഇൻ ഇൻറ്റഗ്രിറ്റി. ആരാണ് ഇൻറ്റഗ്രിറ്റിയിൽ നടക്കുന്ന ദൈവമനുഷ്യനെ കുറിച്ച് വചനം പറയുന്നു. സ്തോത്രം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ. Psalms 15:1-2. യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും? ചോദ്യമാ. സങ്കീർത്തനക്കാരൻ ചോദിക്കുക, നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? പാർക്കാൻ, വസിക്കാൻ ദൈവം വിശുദ്ധ അവൻ്റെ കൂടാരത്തിൽ, ഹിസ് ടെന്റ്,
നമ്മൾ അവിടെ ജീവിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശു കർത്താവിൻ്റെ നിത്യകൂടാരത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ വിശുദ്ധ കൂടാരത്തിലും സഭയാം കൂടാരത്തിലും സമൂഹത്തിൽ നമ്മൾ നടക്കുമ്പോൾ നാം തന്നെ ഒരു ആലയമായി നടക്കേണ്ടതിനും കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. സ്തോത്രം. ആർ വസിക്കും? പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരങ്ങൾ, അശുദ്ധിയുടെ മന്ദിരത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവ് വസിക്കും. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവനാണ് ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുന്നത്, വിശുദ്ധ പർവ്വതത്തിൽ വസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ബ്ലെയിംലെസ്, റൈച്ചസ്, സ്പീക്ക് ദ ട്രൂത്ത് ഫ്രം ദെയർ ഹാർട്ട്. 3 കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കണം. ക്രിസ്തു ശിഷ്യൻ്റെ ക്വാളിറ്റി, ഇൻറ്റഗ്രിറ്റി എന്ന പദത്തെ നമ്മൾ ദൈവവചനത്തിൻ്റെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് അബൌട്ട് ആൻ internal alignment of heart, mind and actions reflecting the teaching of Jesus Christ in every situation. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സിറ്റുവേഷനിലും റിഫ്ലക്റ്റ് ചെയ്യേണ്ട, പ്രകാശിച്ച് കാണേണ്ട, നമ്മുടെ ആക്ഷനിലും നമ്മുടെ മൈൻഡ് ആൻഡ് ഹാർട്ട്, ആമേൻ, കർത്താവിൻ്റെ ടീച്ചിങ്ങിലൂടെ വെളിപ്പെടേണ്ടതാണ് ഇൻറ്റഗ്രിറ്റി. മൈൻഡ്, ആക്ഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ. സ്തോത്രം. ഇതിലെല്ലാം വെളിപ്പെടേണ്ട ആത്മീയമായ ക്വാളിറ്റിയാണ് ഇൻറ്റഗ്രിറ്റി. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് ഏറ്റവും ഭാഗ്യകരമായ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ, മുറിവുകൾ, ഇങ്ങനെ അനവധി കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ സഹിച്ചാണ് ഒരു ക്രിസ്ത്യാനി തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഇടയിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള മാനസികാവസ്ഥ പരുവപ്പെടുത്തിയെടുക്കുക ഒരു ക്രിസ്തു ശിഷ്യൻ. ഹൃദയത്തിൽ അതിനുവേണ്ടി ഒരു പരുവപ്പെടൽ. പെട്ടെന്ന് മാറാൻ ആർക്കും പറ്റില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ സ്വയം മനസ്സിലാക്കിയിട്ട് തിരുത്താനുള്ള ആത്മീയമായ ശ്രമം. ട്രൈ. കഴിഞ്ഞ കാല തെറ്റുകളെ, കുറ്റബോധങ്ങളെ മനസ്സിലിട്ടുകൊണ്ട് അതിനകത്ത് ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇന്നലെ ഉള്ളതുവരെ, കഴിഞ്ഞ നിമിഷം വരെ കഴിഞ്ഞുപോയി. ദാറ്റ്സ് പാസ്റ്റ്. അതിന് തിരികെ വരത്തില്ല. അതിനകത്ത് കയറി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷയുടെ മഹാദിവസം. ഇപ്പം ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് പ്രതീക്ഷയുണ്ട്, ഭാവിയുണ്ട്, നമ്മൾക്ക് ആമേൻ നിലനിൽപ്പുണ്ട്. അതാണ് നമ്മുടെ കർത്താവിൻ്റെ. നീ ഇപ്പോൾ തുടങ്ങിക്കോ. ഇന്നലെയെക്കുറിച്ച് ഭാരപ്പെടേണ്ട. ഇന്നലെ എന്തായിരിക്കുന്നു അതിനെക്കുറിച്ച് വിഷമിച്ച് കുറ്റബോധത്തിൽ ഇരിക്കേണ്ട. അത് കഴിഞ്ഞുപോയി. എന്നാൽ ഇപ്പോൾ ഈ നിമിഷം മുതൽ ഒരു സമർപ്പണം, ഈ നിമിഷം മുതൽ ഒരു തീരുമാനം, ഈ നിമിഷം മുതൽ മാറാനുള്ള മാനസികാവസ്ഥ, ഈ നിമിഷം മുതൽ എനിക്ക് മാറണം എന്ന ചിന്ത ഹൃദയത്തിനകത്ത് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ആരും വിലപിക്കേണ്ട, കരയണ്ട. ഇനിയും തുടങ്ങാൻ വസന്തകാലം, നല്ല കാലങ്ങൾ ദൈവം മുന്നേ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. ഹോപ്പ്. കർത്താവ് മുന്നോട്ട് വെക്കുന്ന വലിയ ആത്മീയമായ അവസ്ഥയാണ്. നമ്മൾ ഹോപ്പില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. നാളെക്കുറിച്ച് പ്രതീക്ഷയില്ല, ഇല്ലേ? നമ്മുടെ ഹോപ്പ് എന്താ പറഞ്ഞാൽ, ഇപ്പോൾ സഭയെക്കുറിച്ച് പറയാമെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ പുതിയൊരിടത്തോട്ട് മാറും. വലിയൊരു ഹോപ്പാണ്. കുറച്ചുകൂടെ വിശാലമായ സ്ഥലം, ആരാധിക്കാൻ ദൈവത്തിൻ്റെ കൃപ. പിന്നെന്തോ ഹോപ്പ്? ഭൗതികമായി പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും പോയി, ഇല്ലേ? ഒരു ഹോപ്പാണ്. ഒന്നും കഴിക്കാനില്ലെങ്കിൽ നമുക്ക് നിരാശയില്ലേ? സ്തോത്രം. അല്ലെ 3 ദിവസം ഉപവാസമൊക്കെ കഴിഞ്ഞിട്ട് പോയി ഒരു കഞ്ഞി കുടിക്കാം. ഞാൻ നിസ്സാര കാര്യമാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ വൈകുന്നേരം ഏതെങ്കിലും ഒരു ഭവനത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ മാതാപിതാക്കൾ നാട്ടിലുണ്ട്, അവരെ ഒന്ന് ഫോൺ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. ഇതൊക്കെ ഒരു ഹോപ്പാണ് നമ്മുടെ ജീവിതത്തിൽ. ഓരോ പ്രതീക്ഷകളാണ് നമുക്ക്. പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷയില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭാവി ശുഭകരമായി തീരും, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസത്തിലും ആത്മീയമായ ഔന്നത്യത്തിലും ജീവിക്കും, എന്നിലെ ശുശ്രൂഷ വെളിപ്പെട്ട് വരും, ഞാൻ കർത്താവിനെ ശുശ്രൂഷിക്കും. ഇങ്ങനെ ആത്മീയവും ഭൗതികവുമായ ഒത്തിരി പ്രതീക്ഷകളാണ് നമ്മളെ ഓരോ നിമിഷവും മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയോടെ വന്നാലോ, വചനം മുന്നോട്ട് വെക്കുന്ന വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നമ്മുടെ ഹൃദയത്തിൽ ശക്തമായി നിന്നാലോ, ഒരു ശിഷ്യനെ സംബന്ധിച്ച് വചനം തരുന്ന പ്രതീക്ഷയാണ് നമ്മുടെ നിത്യപ്രതീക്ഷ.
നമ്മൾ ഈ ലോകക്കാരല്ല, ഇവിടം വിട്ടു പോകേണ്ടവരാണ്. ഇത് മനസ്സിൽ ഉറപ്പിച്ചു കൊള്ളുക. നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി മാറും. ഞാൻ നിത്യമായി ഇവിടെ പാർക്കില്ല. ഒരു ദിവസം എനിക്കൊരു യാത്രയുണ്ട്. ഈ കൂടാരം ഞാൻ വിടും. നിത്യമായ കൂടാരത്തിലേക്ക് ഞാൻ യാത്ര ചെയ്യും. ഹല്ലേലൂയ. ആ പ്രതീക്ഷ നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിച്ച് തൻ്റെ കൃപ കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്.